ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യരുത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 10 of Wands ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. അതുപോലെ 3 of Cups, 2 of Cups, 7 of Cups, Page of Wands, the Hanged Man, King of Cups, 9 of Pentacles, the High Priestess card, Knight of Swords, 7 of Wands, Page of Cups. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിങ് ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചാനലിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ കുറച്ച് ലോങ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ചാനലിൽ ഇടുന്ന വീഡിയോസ് ഷോർട്ടായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസിന് ഒത്തിരി എക്സ്പ്ലനേഷൻസ് കാണില്ല, ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫീലിങ്സുകൾ, അതുപോലെ ആകാംക്ഷ, ഉള്ളിൽ ഒതുക്കി വെച്ച ഓർമ്മകൾ ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട് ഓരോ കാർഡുകളിലും. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജി എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 10 of Wandsന്റെ കാർഡാണ്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളും സമ്മർദ്ദങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അത് ചുമന്നുകൊണ്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അവര് ചിലപ്പോൾ നിങ്ങളെ സമീപിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ആഗ്രഹിച്ചാലും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ അവരെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേഴ്സണിന്റെ ആ ഒരു സിറ്റുവേഷൻസ് എന്താണെന്ന് കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ സിറ്റുവേഷൻസ് അവരെ നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആണ് അവരെ ആ ഒരു പ്രശ്നങ്ങളിൽ ഒക്കെയാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ലാസ്റ്റ് കാർഡ് ഹാങ്ഡ് മാൻ എനർജി പറയുന്നത് ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു പോസ്റ്റ് സ്റ്റേജിലാണ്, പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് എങ്ങനെ പോകണം എന്നതിൽ അവർ വളരെയധികം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അകപ്പെട്ട് നിൽക്കുന്നത്. അതാണ് അവരവിടെ തടഞ്ഞു നിർത്തുന്നത്. അതോടൊപ്പം തന്നെ ഇനി അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഈ രണ്ട് കാർഡുകളാണ്, 3 of Cupsന്റെ എനർജിയും അതുപോലെ 2 of Cupsന്റെ എനർജിയും. 3 of Cups കാർഡ് കാണിക്കുന്ന നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ അവരിപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു 3 of Cups കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ നല്ലൊരു ഓർമ്മകളായിട്ട് ഇന്നും ഉണ്ട്. ആ ഒരു ഓർമ്മകളെ അവർ എന്നും ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു, ഒരിക്കലും അത് മറന്നു കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ 2 of Cups വരുമ്പോഴത്തേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു കാർഡാണിത്. ഇത് യഥാർത്ഥമായ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ മറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഒട്ടും എളുപ്പമാകുന്നില്ല എന്നുള്ളൊരു കാര്യവും അവർ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മകൾ മറന്നു കളയാനായിട്ട് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമല്ല എന്നാണ് കാണിക്കുന്നത്.
പിന്നെ ഇവിടെ നമുക്ക് 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും വളരെയധികം ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ്. എന്താണ് എടുക്കേണ്ട ശരിയായ ഒരു തീരുമാനം, നിങ്ങളിലേക്ക് തിരിച്ചു വരണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് പോയാലോ, ഇത് വേണ്ടാന്ന് വെച്ചാലോ. ചിലപ്പോൾ അവരുടെ ചിന്തകൾ തന്നെ വളരെ ഒരു ആശയക്കുഴപ്പത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള സൂചനകൾ നൽകുന്ന ഒരു കാർഡാണ് നമുക്ക് പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. അവര് ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളൊരു കാർഡാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. പേജ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പേജ് ഓഫ് കപ്സിന്റെ കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പൊ പേജ് ഓഫ് കപ്സും വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡ് തന്നെയാണ്. ഈ കാർഡ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സോഫ്റ്റ് ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട് എന്നുള്ളതാണ്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ അവർക്കൊരു പഴയ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറയാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു പേജ് ഓഫ് വാൻസും പേജ് ഓഫ് കപ്സും നമുക്ക് പറയുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ അതിനുശേഷം നമുക്ക് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ ഹൈ പ്രിസ്റ്റീസ് കാർഡ് ഉണ്ട്. ഹൈ പ്രിസ്റ്റീസ് കാർഡ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഇപ്പൊ ഈ രണ്ട് കാർഡുകളും കൂടെ വരുമ്പോൾ ഈ കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ ഉള്ളില് ആഴത്തിലുള്ള ഫീലിങ്സുകൾ ഉണ്ട് നിങ്ങളോട് എന്നുള്ളതാണ്. പക്ഷെ അവരത് പുറത്ത് തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് തുറന്നു പറയുന്ന ടൈപ്പ് ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഹൈ പ്രിസ്റ്റീസ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും അവര് പല കാര്യങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു ബിഹേവിയർ ഉള്ള വ്യക്തിയാണ്. അവര് നിങ്ങളെ എത്ര മിസ് ചെയ്താലും അത് പുറത്തേക്ക് കാണിക്കില്ല. എല്ലാവർക്കും അത് എക്സ്പ്രസ് ചെയ്ത് പുറത്തേക്ക് കാണിക്കാനുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തികളാകണമെന്നില്ല. അപ്പൊ അതുപോലെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 9 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. ഈ ഒരു 9 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത് അവരിപ്പോൾ സ്വന്തം ജീവിതവും ഇൻഡിപെൻഡൻസും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ അവർ സ്വന്തം ജീവിതത്തിലെ അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് അതൊന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ചിലപ്പോൾ അവർ തങ്ങളുടെ ജീവിതം ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം ഒന്ന് സോൾവ് ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനിയും അവർ വീണ്ടും മുന്നോട്ട് വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് കാണിക്കുന്നത് ഒരിക്കൽ അവർ ഒരു കോണ്ടാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഒരു അപ്രതീക്ഷിതമായ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ആ ഒരു രീതിയിലായിരിക്കും അവർ നിങ്ങളിലേക്ക് വരിക. അതിനൊരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോള്, ഒരു മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 7 ഓഫ് വാൻസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവരിപ്പോഴും ഒരു ഡിഫെൻസീവായ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. അതായത് പ്രതികരിക്കാതെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ തന്നെ ഡിഫെൻസ് ചെയ്ത് അവരവിടെ നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. എന്നിലേക്ക് നീ ഒത്തിരി കയറി വരണ്ട, ഇത്ര നിന്നാ മതി, ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ചിലപ്പോൾ ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെ പാസ്റ്റിലെ കുറെ ഇഷ്യൂസ് കാരണമായിരിക്കാം അവർ അല്പം ഒന്ന് ദൂരത്തേക്ക് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന മാസ്റ്റർ കാർഡ് കിങ് ഓഫ് സോൾസ് ആണ്. കിങ് ഓഫ് സോൾസ് കാണിക്കുന്നത് അവസാനം അവരൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ്. വികാരങ്ങള്, ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവര് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീലിങ്സിനെ മറികടന്നുകൊണ്ട് അവരത് ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു ഫീലിങ്സിന് പുറത്ത് ഓടിച്ചാടി ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർ ഒരിക്കലും ചിന്തിക്കുന്ന പോലുമില്ല. പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓവറോൾ എനർജി നോക്കുമ്പോൾ ഈ കാർഡുകൾ പ്രകാരം ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ ശക്തമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് 2 ഓഫ് കപ്സും പേജ് ഓഫ് കപ്സ് അതുപോലെ കിങ് ഓഫ് കപ്സ് പോലുള്ള കാർഡുകൾ കാണിക്കുന്ന അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹവും ഓർമ്മകളും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലെ കുറെ സമ്മർദ്ദങ്ങളും ചിന്തകളും ഒക്കെ കാരണം അവരിപ്പോ ഒന്ന് സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ചിലപ്പോ അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പഴയ ഓർമ്മകൾ ഓർക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ മനസ്സിലിങ്ങനെ ഒളിച്ചു വെക്കുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. 2023, 1991, music, abroad, short hair, likes traveling,
1988, 1997, purple color. Number 3, number 23, Malappuram Jilla. Number 40, number 22, 2 days. Letter F, life changes, ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. June month. Number 43, 1987, letter Y. Number 5, within 72 hours, 2 months, flowers. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാവാം. നമ്പർ 23, നമ്പർ 12, നമ്പർ 13, 1984, തിരുവനന്തപുരം ജില്ല. 1990, ഗെയിമിംഗ്. 1980, നമ്പർ 35, 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ. നമ്പർ 15, നമ്പർ 21, ബ്ലൂ കളർ. ലെറ്റർ G, nail polish. Social media. Number 4, letter S. Number 25, കുക്കിംഗ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.